നമ്മുടെ രാജ്യത്ത് 80% കർഷകരാണ്. ഈ 80% കർഷകരിൽ ഭൂരിഭാഗവും കന്നുകാലി മേച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ക്ഷീരോത്പാദനം നിത്യവൃത്തിയാക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ പശുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്ന ഒരു കാർഷിക വൃത്തി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും ഒരു പശു മുതൽ 1000 പശു വരെ ഉള്ള ഉത്തരേന്ത്യയിലെ കുടുംബങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഫലമായിട്ടാണ് ക്ഷീരോത്പാദന മേഖലയിൽ ഇന്ത്യ നമ്പർ 1 ആയി മാറിയതും. എന്തായാലും ഈ പശുക്കളെ വടക്കേ ഇന്ത്യക്കാർ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അതിനെ സ്നേഹിക്കുന്ന രീതി ചിലപ്പോൾ കേരളത്തിലുള്ള നമുക്ക് അത് സുപരിചിതമല്ലായിരിക്കും. കാരണം പശുവിനെ കഴുത്തറുത്ത് കൊന്ന് അതിൻ്റെ രക്തം ഊറ്റിക്കളഞ്ഞ് അതിനെ തീന്മേശയിലെത്തിച്ച് ഭക്ഷിച്ച് രസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ വടക്കേ ഇന്ത്യക്കാർ പശുവിനെ അങ്ങനെയല്ല കാണുന്നത്. നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പശുക്കൾ തെരുവിൽ അലഞ്ഞു തിരിയുന്നത് കാണാനായിട്ട് സാധിക്കും. രാവിലെ കട തുറന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു പശു ആ കടക്കാരൻ്റെ വീട്ടിൻ്റെ അല്ലെങ്കിൽ കടയുടെ മുന്നിൽ വന്ന് നിൽക്കും. ഒരു പഴമോ ഒരു ചപ്പാത്തിയോ ഒക്കെ ആ പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ അത് അടുത്ത കടയിലേക്ക് പോകുന്ന കാഴ്ച. അങ്ങനെയാണ് പശുക്കളെ അവർ ആരാധിക്കുന്നതും പശുക്കളെ അവർ സ്നേഹിക്കുന്നതും. ഇപ്പോൾ രസകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഞാനിതാ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ കണക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രസകരമായ ഒരു സംഭവം പുറത്തു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലെ റൈഗഡ് ജില്ലയിൽ നിന്നാണ്. അവിടെ ഒരു കൂട്ടം പശുക്കൾ സംഘടിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നല്ലേ? ഈ സംഘടിച്ചിരിക്കുന്നത് അവിടെ ഈ പശുക്കളുടെ ഈ കന്നുകാലി അഥവാ ഒരു കാളക്കുട്ടി, ആ ഒരു കാളക്കുട്ടിയെ ഒരു കാറുകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് സലീം അൻസാരി എന്നാണ് ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ കാറുകാരൻ ഇടിക്കുകയും ആ പശുവിനെ ആ കാളക്കുട്ടിയെ 200 മീറ്റർ വലിച്ചഴയ്ക്കുകയും ചെയ്തു. ആ 200 മീറ്റർ വലിച്ചഴയ്ക്കുന്ന ആ കാളക്കുട്ടിയെ പിറകെ ഈ പശുക്കൾ ഓടി ആ കാറിനെ തടഞ്ഞു നിർത്തുന്ന കാഴ്ച. അതിനുശേഷം ആ കാറിൻ്റെ മുന്നിൽ നിന്നും മാറാതെ ഒരുപക്ഷെ ഖറാവോ ചെയ്യുന്ന ഒരു കാഴ്ച എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളെല്ലാം വളരെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു CCTV ദൃശ്യമാണ് ഇത്. പശുക്കൾ സംഘടിച്ച് നടത്തിയ ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പല മാധ്യമങ്ങളിലും എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ക്വാഡ്വാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പോലീസ് ഇതിൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.